മഞ്ഞൾ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ഉഷാറായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ കണ്ടോ ഇത്രത്തോളം നമ്മുടെ ഈ ഒരു മഞ്ഞൾ നമ്മൾ വളമൊക്കെ കൊടുത്തിട്ട് ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ ഈ വാരം കോരിയിട്ടാണ് നമ്മൾ ഇവിടെ മഞ്ഞൾ നട്ടേക്കണേ. മഞ്ഞളിൽ തന്നെ വ്യത്യസ്ത വിഭാഗം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ചുറ്റുഭാഗത്ത് മൊത്തം കാണുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ കുറുക്കുമിനടങ്ങിയിട്ടുള്ള പ്രതിഭ മഞ്ഞൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പ്രതിഭയുടെ പ്രത്യേകതകൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കടയും ഒക്കെ തന്നെ വളരെയധികം വ്യത്യസ്തമായതാണ്. അതുമാത്രമല്ല ഏറ്റവും അധികം കുറുക്കുമിനടങ്ങിയിട്ടുള്ള ഒരു പ്രതിഭയ്ക്ക് വളരെയധികം ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത് പ്രതിഭ ഇനം മഞ്ഞളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മഞ്ഞൾ പോലെ തന്നെ കസ്തൂരി മഞ്ഞളും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സംഭവമാണ്. നമ്മളത് പൊടിയായിട്ടും ഒക്കെ നമ്മൾ പല സ്ഥലത്തേക്കും അത് കൊറിയർ ചെയ്യുന്നുണ്ട്. മഞ്ഞളിൻ്റെ കൃഷി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാലത്തും നല്ല ഡിമാൻഡുള്ള ഒന്നാണ്. കാരണം മഞ്ഞളിൻ്റെ എപ്പോഴും ആരോഗ്യദായകമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ആൾക്കാർക്ക് ഒരുപാട് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മഞ്ഞളിന് എപ്പോഴും നല്ല ഡിമാൻഡാണ് എല്ലാ വർഷവും. നമ്മളിപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ടോ നല്ല ഉഷാറായിട്ട് മഴയൊക്കെ ഇപ്പോൾ കിട്ടി നല്ല ഉഷാറായിട്ട് തഴച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങും. ആ ഉണങ്ങി കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മളിതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത്. നമ്മളിവിടെ വാരം കോരിയിട്ടാണ് നമ്മളിപ്പോൾ ഈ തടെടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിവിടെ എല്ലാ മഞ്ഞളും വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നടുമ്പോൾ തന്നെ നമ്മൾ ഈ പറയണ പോലെ തന്നെ നല്ല രീതിയിലുള്ള അടിവളം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലുപൊടിയും അതുപോലെ തന്നെ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ട്രൈക്കോഡർമ ചേർന്ന കമ്പോസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഈ ഒരു വളമായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു മഞ്ഞളിനെ വിത്ത് നടുമ്പോൾ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗം അങ്ങനെ വരുന്നത് മഞ്ഞളിന് പൊതുവേ രോഗം അങ്ങനെയുള്ള കീടശല്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചും ട്രൈക്കോഡർമ ചേർന്ന കമ്പോസ്റ്റ് ആകുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടും നമ്മുടെ മഞ്ഞളിൻ്റെ ഒക്കെ. അപ്പോൾ യാതൊരു ആക്രമണവും അതായത് രോഗങ്ങളുടെ ഒരു ആക്രമണവും നമ്മുടെ ഈ ഒരു മഞ്ഞളിന് ഉണ്ടാവാറില്ല. പൊതുവേ മഞ്ഞളിന് ആ ഒരു അസുഖങ്ങളൊന്നും വരാറില്ല. പിന്നെ ഈ ഒരു മഴ കിട്ടിയ നമ്മുടെ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് നല്ല മഴ പെയ്യുന്ന സമയത്ത് ആ മഴ ഒന്ന് ശമിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് പച്ചച്ചാണകത്തെളിയാണ് കേട്ടോ കൊടുക്കുന്നത്. നല്ല പച്ചച്ചാണകത്തെളി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതുപോലെ കണ്ടോ ഇപ്പം നിൽക്കുന്നത് പെന്നെക്കാളിലും ഉയരത്തിലാണ് ഓരോരുത്തർ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല തഴച്ചു വളരുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു പച്ചച്ചാണക സ്ലറി നമ്മൾ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. ഈ മഴ സമയത്ത് നമ്മൾ പച്ചച്ചാണക സ്ലറി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കടക്കിലൊക്കെ ധാരാളം മണ്ണ് കയറ്റി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്താലാണ് നമ്മുടെ ഈ ഒരു മഞ്ഞളിൻ്റെ കൃഷി നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. മഞ്ഞളിന് ഏത് കാലത്തും നല്ല ഡിമാൻഡാണ്. കാരണം വിത്ത് മഞ്ഞളായിട്ടും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് കൊറിയറായിട്ടും ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. കൃഷികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് എല്ലാം ജൈവപരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞളും എല്ലാതും നമ്മൾ ഭക്ഷിക്കാനുള്ളത് തന്നെയാണല്ലോ. നമ്മൾ ആൾക്കാർക്കും നല്ലത് തന്നെ നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മഞ്ഞളിൽ തന്നെ ഒരുപാട് വിഭാഗക്കാരെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡുള്ള ഒന്നാണ് നമ്മുടെ പ്രതിഭ മഞ്ഞൾ. അതുപോലെ തന്നെ കരിമഞ്ഞൾ ഒരുപാട് അസുഖങ്ങൾക്ക് പ്രതിവിധിയാണ് നമ്മുടെ ഈ കരിമഞ്ഞൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കരിമഞ്ഞൾ നമ്മുടെ ഈ ഒരു മഞ്ഞളിൻ്റെ ഇല പോലെയല്ല, അതിൻ്റെ നടുക്ക് കൂടെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ കസ്തൂരി മഞ്ഞളൊക്കെ ഈ ഒരു വിഭാഗക്കാരാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. മഞ്ഞൾ കൂവ എന്നീ വിളകളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് നമുക്ക് ഈ ഒരു കുറച്ച് കാനലുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇതിപ്പോൾ ഒരു തെങ്ങ് അടുപ്പിച്ച് തെങ്ങ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തെങ്ങുള്ള പറമ്പിലായാലും നമുക്ക് കുഴപ്പമില്ല, കാനലുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവിടെ കൃഷി ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് സൂര്യപ്രകാശം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അടിവളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് വീട്ടിലേക്ക് വേണ്ട മഞ്ഞൾ നമുക്ക് തന്നെ കൃഷി ചെയ്യാം. അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ട മഞ്ഞളും ഇഞ്ചിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാ വിളകളും നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. കുറച്ച് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ മട്ടുപാവിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മഞ്ഞൾ തന്നെ കണ്ടോ ഇപ്പോൾ കുറച്ച് ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഇത്രയും സ്ഥലത്ത് നമ്മൾ ഈ ഒരു കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മഞ്ഞളിന് അങ്ങനെ രോഗങ്ങളൊന്നും വരാറില്ല എങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ കാണുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്യൂഡോമോണസ് ഉണ്ടല്ലോ അത് നമ്മൾ കലക്കിയിട്ട് ഒന്ന് കടക്കിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ അസുഖങ്ങളെയൊക്കെ തടയാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് മഞ്ഞൾ കൃഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേക്കുക. അതുതന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ FBയിലും എല്ലാം ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.